ക്നാനായ യാക്കോബായ മെത്രോപ്പൊലിത്തയെ സസ്പെൻഡ് ചെയ്തു. ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവറിയോസിനെതിരെയാണ് നടപടി. പാത്രിയാർക്കീസിനെതിരെ നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്നാണ് പാത്രിയാർക്കീസ് ബാവ നടപടിയെടുത്തത്. മെത്രോപ്പൊലിത്തയെ അനുകൂലിച്ച് പള്ളിമുറ്റത്ത് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിക്കുകയാണ്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, ഇങ്ങനെയൊരു നടപടിക്ക് കാരണമായത് എന്താണ്? ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം, അതിൻ്റെ വിവരങ്ങളും ടോബി. ഇത്തരത്തിലുള്ളൊരു നടപടിക്ക് കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മെത്രാപ്പൊലീത്ത പാത്രിയാർക്കീസ് പറയുന്നതിന് വിരുദ്ധമായി ചില നിലപാടുകൾ എടുക്കുന്നു, ഭരണഘടന ഭേദഗതി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സസ്പെൻഷൻ നടപടിയിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ ആർച്ച് ബിഷപ്പ് സ്ഥാനവും അതുപോലെ തന്നെ ചില ചുമതലകളിൽ നിന്നും മെത്രാപ്പൊലീത്തയെ നീക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ പൂർണ്ണ ചുമതലകളിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് വിശ്വാസികൾ ആ ഒരു നടപടിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ മെത്രാപ്പൊലീത്തയെ മാറ്റുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകൾക്കും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ വന്ന വിശ്വാസികളെയെല്ലാം അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ മെത്രാപ്പൊലീത്ത തന്നെ നേരിട്ട് ഇറങ്ങി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഈ ഒരു നടപടിയിൽ ഒരു ഭാഗം വിശ്വാസികൾക്കുള്ളത്. അവർ നേരത്തെ തന്നെ ഈ ഒരു നടപടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരെല്ലാം തന്നെ രാവിലെ മുതൽ ഇവിടേക്ക് എത്തിയതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചില ആളുകളുണ്ട്, അവരോടും കൂടി നമുക്ക് ചോദിക്കാം. എന്തായാലും ഈ ഒരു നടപടി ഈ പാവ ഒരിക്കലും അന്ത്യോക്യയ്ക്ക് മോളിൽ ഇവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും മേലധ്യക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സേവർ സിനിമേനിയ, അത് കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ആർച്ച് ബിഷപ്പ് ആയപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചില്ല. പറഞ്ഞത് എന്താണ് ഇന്ന് പറഞ്ഞതിനാ? ഇന്നലെ അസോസിയേഷൻ നടത്താൻ പറഞ്ഞിട്ട് ഇന്നിപ്പോഴല്ലേ പറഞ്ഞ സസ്പെൻഡ്, ഞങ്ങൾ സസ്പെൻഡ് പിൻവലിക്കണം. ഞങ്ങൾക്ക് ഒരു തിരുമേനിയേ ഉള്ളൂ, സേവർ തിരുമേനി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് തിരുമേനിയേ ഉള്ളൂ. ഞങ്ങൾക്ക് 4 തിരുമേനിമാരിൽ ഏറ്റവും വലിയ തിരുമേനി ഞങ്ങൾക്ക് ഇതാ. ഈ തിരുമേനി കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ ഇവിടെ. ബാക്കി 3 എണ്ണത്തിന് ഞങ്ങൾക്ക് വേണമെന്നില്ല. അംഗീകരിക്കുന്നുണ്ടായിരുന്നു. ആ സമയം കഴിഞ്ഞു. ഒരു പാത്രികേസ് ആണെങ്കിൽ അങ്ങേര് ഇന്നലെ പറഞ്ഞ വാക്ക് ഇന്ന് മാറത്തില്ല. അതാണ് പാത്രികേസ്. എന്തായാലും ആ ഒരു നടപടി, സസ്പെൻഷൻ നടപടി പ്രതിഷേധിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ഇവിടെ കൂടിയിരിക്കുന്നത്. എന്തായാലും അവരുടെ അസോസിയേഷന്റെ പ്രതിനിധികളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അവർ ഒരു യോഗം ചേരാനുള്ള തീരുമാനമുണ്ട്. ഇപ്പോൾ മെത്രാപ്പൊലീത്ത നേരിട്ടെത്തി വിശ്വാസികൾ സമാധാനമായി നിൽക്കണം, ആ ഒരു നടപടി പുനഃപരിശോധിക്കാനുള്ള ഒരു കാര്യവും കൂടി ആ ഒരു സസ്പെൻഷൻ ഇറക്കിക്കൊണ്ടുള്ള ആ ഒരു ഉത്തരവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുനഃപരിശോധിക്കാനുള്ള നടപടികൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മെത്രാപ്പൊലീത്തയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ഒരു പ്രശ്നമാണ് സഭയ്ക്കുള്ളിൽ, ക്നാനായ യാക്കോബായ സഭയ്ക്കുള്ളിലുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു. എന്തായാലും ആ ഒരു വിഷയത്തിൽ ചില നടപടികൾ നേരത്തെ എടുത്തിരുന്നു. ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പൂർണ്ണ ചുമതലകളിൽ നിന്നും മെത്രാപ്പൊലീത്തയെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഘട്ടത്തിലാണ് വിശ്വാസികൾ ഇത്തരത്തിൽ സംഘടിച്ച് ആ ഒരു നടപടിക്കെതിരെ, ഉത്തരവിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ടോബി, ഇങ്ങനെ പള്ളിമുറ്റത്ത് വിശ്വാസികളെത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടത്തുന്ന സാഹചര്യം, അതിനെ സഭാ നേതൃത്വം കാണുന്നത് എങ്ങനെയാണ്? ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഒരു പുനരാലോചനയ്ക്ക് സഭാ നേതൃത്വം തയ്യാറെടുക്കുന്നുണ്ടോ? അങ്ങനെ സൂചനകളുണ്ടോ ടോബി? ഈ ഒരു എന്തായാലും ഇപ്പോൾ അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. വിശ്വാസികളെല്ലാം തന്നെ മെത്രാപ്പൊലീത്ത വിളിച്ചതനുസരിച്ച് ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമെടുക്കാൻ, എന്താണ് ഇനി തുടർ നടപടി വേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു യോഗം കൂടുകയാണ്. അതിനുശേഷമായിരിക്കും ഒരു നിലപാട് പറയുക. എന്തായാലും കടുത്ത നിലപാടുകളിലേക്ക്, വലിയ പ്രതിഷേധങ്ങളിലേക്കൊന്നും പോകരുതെന്ന് മെത്രാപ്പൊലീത്ത തന്നെ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ നിലപാടുകൾ ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മെത്രാപ്പൊലീത്ത സ്വീകരിക്കുന്ന നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പാത്രിയാർക്കീസ് വിഭാഗത്തിനെതിരെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ തന്നെ ചില നടപടികൾ മെത്രാപ്പൊലീത്തയ്ക്കെതിരെ എടുത്തിരുന്നു. എന്നാൽ അതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ പൂർണ്ണ ചുമതലകളിൽ നിന്നും നീക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിശ്വാസികൾ പ്രതിഷേധിക്കുന്നത്. എന്തായാലും വിശ്വാസികളെല്ലാം ഇപ്പോൾ യോഗം ചേരുകയാണ്. എന്ത് നിലപാട് ഇതിൽ സ്വീകരിക്കണം എന്നത് പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ് അവർ യോഗം ചേരുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഉത്തരവ് പിൻവലിക്കണമെന്നൊരു ആവശ്യമാണ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് പറയുന്നത്. ശരി, ക്നാനായ യാക്കോബായ മെത്രോപ്പൊലീത്തയെ സസ്പെൻഡ് ചെയ്തു. ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവറിയോസിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. പള്ളിമുറ്റത്ത് വിശ്വാസികളുടെ പ്രതിഷേധം.